2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസത്തിലധികം നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി തീരുമാനിക്കുന്നതിൽ ഏറ്റവും ശക്തമായ ഒന്ന് ആ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തീരുമാനിക്കുന്നത് ആരാണ്? പലരും പല ഉത്തരം പറഞ്ഞേക്കാം. UDFൻ്റെ നേതൃത്വമാണ്, അല്ലെങ്കിൽ LDFൻ്റെ നേതൃത്വമാണ്, അതുമല്ലെങ്കിൽ BJPയുടെ നേതൃത്വമാണ് എന്നൊക്കെ നമ്മൾ കരുതിയേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. ഞാനിത് പറയുന്നതിനോട് പലരും വിയോജിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം രണ്ടാണ്. ഒന്നാമത്തെ കാരണം, ഈഴവ സമുദായം കേരളത്തിലെ ജനസംഖ്യയിലെ 27% എന്നുള്ളതാണ് ഒരു കാര്യം. ഒപ്പം കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഈഴവ സമുദായത്തിൽ പെട്ട ആളുകൾ ധാരാളമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ വോട്ടിൻ്റെ മൂല്യം 140 സമുദായങ്ങളിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ ഒരുപോലെ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ച തടയുക എന്ന പേരിൽ വെള്ളാപ്പള്ളി മുന്നോട്ട് വച്ചിരിക്കുന്ന ചില ആശയങ്ങൾ അത് വല്ലാത്തൊരു കമ്മ്യൂണൽ പോളറൈസേഷനിലേക്ക് കേരള സമൂഹത്തെ കൊണ്ട് എത്തിച്ചിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന കാര്യമാണ്. ഇവിടെ വെള്ളാപ്പള്ളിയെ വ്യത്യസ്തനായ ഒരു സമുദായ നേതാവാക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ അദ്ദേഹം സ്വീകരിച്ച ശക്തമായ നിലപാടാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച കേരളത്തിലെ ഏക സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിന് ഈഴവ സമുദായത്തിനപ്പുറം മറ്റു സമുദായങ്ങളുടെ പിന്തുണ ലഭിക്കുമോ? ഈഴവ സമുദായത്തിൻ്റെ തന്നെ മുഴുവൻ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുമോ? അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. മറ്റ് സമുദായ നേതാക്കന്മാർക്കോ അതല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാർക്കോ ഇല്ലാത്ത ഒരു ധൈര്യം വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യത്തിൽ കാണിച്ചു എന്നുള്ളതൊരു വാസ്തവമാണ്. ഇത് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു ധൈര്യം കാണിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, എനിക്ക് പറയാനുള്ള ഉത്തരം 3 വർഷങ്ങൾക്ക് മുമ്പ്, 3-4 വർഷമായി കാണും, മറ്റൊരു ചാനലിന് വേണ്ടി ഒരു അഭിമുഖത്തിനായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കണിച്ചുകുളങ്ങരയിലുള്ള വസതിയിൽ എത്തി കണ്ടു, സംസാരിച്ചു. അന്ന് ഞാൻ ചോദിച്ചു, ലീഗുമായിട്ടുള്ള ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, 2011 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് നിലവിൽ വരുന്നതിന് മുമ്പ് ഒരു മുദ്രാവാക്യം ലീഗ്, SDPI, വെൽഫെയർ പാർട്ടി ഇവരൊക്കെ തുടങ്ങിയ മുസ്ലിം സമുദായത്തിന് നിർണായകമായ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യമുണ്ട്, ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം. അങ്ങനെ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യത്തിൻ്റെ വക്താക്കളായിരുന്നു 2 പേര്. ഒന്ന് ലീഗിൻ്റെ നേതാക്കന്മാരും മറ്റൊന്ന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശനും. 2021 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, 5ാമത്തെ മന്ത്രിസ്ഥാനം ലീഗ് സമ്മർദ്ദം ഉപയോഗിച്ച് ചോദിച്ചു വാങ്ങിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് നിർണായകമായ വകുപ്പുകളൊക്കെ ലീഗിൻ്റെ കൈവശം ഇരുന്നിട്ടും ദളിതിലും പിന്നോക്കത്തിലും പെട്ട ആളുകൾ അസ്പൃശ്യരായി തന്നെ തുടർന്നു എന്നാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്നോട് പറഞ്ഞത്. അധികാരത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് അവർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ലീഗിന് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ലീഗ് നിലപാട് മാറ്റി. ലീഗ് മുസ്ലിം സമുദായത്തിലെ സമ്പന്നന്മാർക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് മാത്രമായോ അനുകൂലമായ നിലപാടാണ് ലീഗ് സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഘട്ടത്തിലൊരു മാറ്റമുണ്ടായി. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൊരു ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നപ്പോൾ ഒരു ഹിന്ദു പോളറൈസേഷൻ ഇന്ത്യയിലാകമാനം ഉണ്ടായി എന്നുള്ളതൊരു വാസ്തവമാണ്. ഹിന്ദുക്കളുടെ ഇടയിലുണ്ടായ ശക്തമായൊരു പോളറൈസേഷനാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ അധികാരത്തിൽ എത്തിച്ചത്. അത് ആസേതു ഹിമാചലം ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. അതിശക്തമായ ന്യൂനപക്ഷ സ്വാധീനമുള്ള കേരളത്തിൽ പോലും 2009 9% മാത്രം വോട്ട് കിട്ടിയിരുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ
14% വോട്ട് വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ 5% വോട്ട് കേരളം പോലെ പൊളിറ്റിക്കലി സെൻസിറ്റീവായ ഒരു സ്റ്റേറ്റിൽ പോലും ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ഹിന്ദുത്വത്തിൻ്റെ സ്വാധീനം എത്ര ശക്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം BDJS എന്ന രാഷ്ട്രീയ കക്ഷി SNDP യോഗവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന BDJS NDAയിലെ ഘടകകക്ഷിയായിട്ട് മാറുകയും ചെയ്തു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം എടുത്ത നടപടികളിലൊന്ന് സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത എല്ലാ സമുദായങ്ങൾക്കും കൂടി 10% സംവരണം ഏർപ്പെടുത്താൻ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. ഇതോടുകൂടി കേരളത്തിലെ 2 പ്രമുഖ സമുദായങ്ങൾ തമ്മിലുണ്ടായിരുന്ന കടുത്ത ശീതയുദ്ധം ഏതാണ്ട് അവസാനിപ്പിക്കേണ്ട സ്ഥിതി വന്നു, അല്ലെ അവസാനിച്ചു. നായർ ഈഴവ സമുദായങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഏക അഭിപ്രായ വ്യത്യാസം സംവരണത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നതാണ്. അല്ലെങ്കിൽ ആചാരത്തിൻ്റെയോ അനുഷ്ഠാനങ്ങളുടെയോ വിശ്വാസങ്ങളുടെയോ ഉത്സവങ്ങളുടെയോ ഒന്നും കാര്യത്തിലോ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. സംവരണത്തിൻ്റെ പേരിലായിരുന്നു ഈ 2 സമുദായങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു ശീതസമരം കേരള രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്നത്. അതിന് രാഷ്ട്രീയമായി ഗുണഭോക്താക്കളായി ചില ഘട്ടങ്ങളിലെ LDF മാറി, ചില ഘട്ടത്തിലെ UDF മാറി. എന്നാൽ ആത്യന്തികമായി അതിൻ്റെ വലിയൊരു ഗുണഭോക്താവ് മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. അത് ഡയറക്റ്റല്ല, അതൊരു ഇൻഡയറക്റ്റായ ഗുണഭോക്താവായിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗ് 2011 തൊട്ട് 2016 വരെ അധികാരത്തിലിരുന്നപ്പോൾ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യമെന്ന് പറഞ്ഞെങ്കിലും അവരെ സഹായിച്ചില്ല എന്നൊരു നിലപാടാണ്, അല്ലെങ്കിൽ ഒരു ധാരണയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് ഉണ്ടായിരുന്നത്. അദ്ദേഹം അഭിമുഖത്തിൽ അത് തുറന്നു പറഞ്ഞു. അവസാനം അദ്ദേഹം ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവരണ മുന്നണിയുടെ യോഗത്തിൽ അദ്ദേഹം അത് വ്യക്തമാക്കി. സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത അല്ലെങ്കിൽ സംവരണേതര സമുദായങ്ങളെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ലീഗുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തേക്ക് പോരുകയായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം വ്യക്തമായ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായത്. അല്ലെ, ആ നിലപാടുകളുടെ തുടക്കം അതായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം എടുത്ത ഓരോ സ്റ്റെപ്സും ഇത് കൂടുതൽ ശക്തമാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിലിരുന്ന കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ, മാൻഹോളിൽ വീണ് ഒരു പാവപ്പെട്ട തൊഴിലാളി യുവാവ് മരിച്ചു. വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരാളാണ് അദ്ദേഹം. മാൻഹോളിൽ വീണ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഗവൺമെൻറ് 10 ലക്ഷം രൂപ ധനസഹായം കൊടുത്തു. സമാനമായ മറ്റൊരു അപകടം മറ്റൊരു പാവപ്പെട്ട വീട്ടിലെ ഒരു തൊഴിലാളിക്ക് സംഭവിച്ചു. അദ്ദേഹത്തിന് കൊടുത്ത സഹായധനം 2 ലക്ഷം രൂപയാണ്. അന്ന് വെള്ളാപ്പള്ളി നടേശന് ഒരു വിവാദമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അപകടത്തിലൊരു തൊഴിലാളി മരിച്ചാൽ ആ തൊഴിലാളി മുസ്ലിം ആയിരിക്കണം, അല്ലെങ്കിൽ അവൻ ആനുകൂല്യങ്ങൾ കിട്ടില്ല എന്നുള്ളത്. ആ സമയത്ത് കേരളത്തിലെ പത്രമാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ചയായി. ധാരാളം ആളുകൾ അതിനിശിതമായ വിമർശനവുമായി വന്നു. മരണത്തിൽ പോലും മതം നോക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന നിലയിൽ അതിരൂക്ഷമായ അക്രമമാണ്, അതിശക്തമായ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശന് എതിരെ ഉണ്ടായത്. പക്ഷേ അദ്ദേഹം അചഞ്ചലനായി തന്നെ നിന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ മലപ്പുറം ജില്ല വളരെ വല്ലാതെ മതപരമായി ധ്രുവീകരിക്കപ്പെട്ടു. മറ്റ് മതത്തിൽപ്പെട്ട ആളുകൾക്ക് മലപ്പുറത്ത് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ചില സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അതും വീണ്ടും അടുത്ത വിവാദത്തിലേക്ക് പോയി. അദ്ദേഹം അത് പറഞ്ഞത് SNDP യോഗത്തിന് മലപ്പുറം ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും അനുവദിച്ചു കൊടുക്കാൻ ദീർഘകാലം വിദ്യാഭ്യാസ വകുപ്പ് കൈവശം വെച്ചുകൊണ്ടിരുന്ന മുസ്ലിം ലീഗ് തയ്യാറായില്ല. അവർക്ക് ആവശ്യമുള്ള എയ്ഡഡ് സ്കൂളും അൺഎയ്ഡഡ് സ്കൂളും കോളേജുകളും ഒക്കെ ട്രസ്റ്റിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലുമൊക്കെ പേരിലോ മുസ്ലിങ്ങൾ കൊടുത്തപ്പോൾ അത് ഈഴവർക്ക് കൊടുത്തില്ല എന്ന, അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് കൊടുത്തില്ല എന്ന ഒരു നിലപാടാണ് വെള്ളാപ്പള്ളി നടേശന് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ആ നിലപാടിലും അദ്ദേഹം ഉറച്ചു നിന്നു. വീണ്ടും വിവാദമായി. ആ വിവാദം കുറച്ച് കഴിഞ്ഞപ്പോൾ കെട്ടടങ്ങി. പിന്നീട് അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചത് മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ടതാണ്. മാപ്പിള ലഹള ഒരു കാർഷിക കലാപമായിരുന്നില്ലെന്നും മറിച്ചത് തനി വർഗീയ കലാപമായിരുന്നു എന്ന നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചത്. അത് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചതിന് അത്ഭുതമില്ല. കാരണം SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാകവി കുമാരനാശാൻ സ്വീകരിച്ച ആ നിലപാട് തന്നെയാണ്. അന്ന് അവിടെ നടന്ന ക്രൂരമായ കൊലപാതകം, വർഗീയതയുടെ പേരിൽ മാത്രം നടന്ന കൊലപാതകത്തെ അധികരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു കവിത തന്നെ എഴുതി, ദുരവസ്ഥ എന്ന കവിത എഴുതിയത്.
പിന്നീട് കുമാരൻ ആശാൻ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചു, ബോട്ട് അപകടത്തിൽ മരിച്ചു. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരൻ ആശാൻ സ്വീകരിച്ച നിലപാട്, അതായത് മാപ്പിള ലഹള വർഗീയ കലാപമായിരുന്നു എന്ന നിലപാടാണ് പിന്നീട് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്ന വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചത്. അതിനിടയ്ക്കുള്ള ഒരു ജനറൽ സെക്രട്ടറിമാരും ഇത്തരം വിവാദത്തിലേക്ക് കൈവെക്കാൻ ധൈര്യപ്പെട്ടില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശന് അതിന് ധൈര്യപ്പെട്ടു. അപ്പോഴും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുണ്ടായി. വെള്ളാപ്പള്ളി അചഞ്ചലനായിട്ട് തന്നെ ഈ വിമർശനങ്ങളെ നേരിടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഒരു സെൻറ്റിമീറ്റർ അദ്ദേഹം മാറിപ്പോയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ വിവാദങ്ങൾ കേരളത്തിലുണ്ടായി. ഒരുപാട് ചർച്ചകളായി. സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നിരീക്ഷകർ, സാംസ്കാരിക നായകർ, കവികൾ, കലാകാരന്മാർ, നാടകക്കാർ എല്ലാം ഭയങ്കരമായ ബഹളമായി. വെള്ളാപ്പള്ളി നടേശൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം ചോദിച്ചു, എന്താ കേരളത്തിലെ 3ാം ലോകമഹായുദ്ധം തുടങ്ങിയോ? വിവാദം അവിടെ അവസാനിക്കുകയാണ്. ആ ഒരൊറ്റ പ്രസ്താവനയോടുകൂടി കന്യാസ്ത്രീയുടെ അറസ്റ്റുമായുള്ള വിവാദം അവിടെ അവസാനിച്ചു. അത്ര ശക്തനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന കാര്യം നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ ഇഷ്ടപ്പെടാം, അദ്ദേഹത്തിനോട് വിരോധമാകാം, അദ്ദേഹത്തെ വിമർശിക്കാം, അനുകൂലിക്കാം. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ശക്തനായൊരു നേതാവാണ് എന്ന കാര്യത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ അത് സമ്മതിച്ചെങ്കിൽ മാത്രമേ മതിയാകുള്ളൂ. അവസാനം അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യം, നായാടി മുതൽ നസ്രാണി വരെ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലാവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്, കേരളത്തിൻ്റെ ഡെമോഗ്രഫി അങ്ങനെയാണ് പോകുന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ച അതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞത്. ഇപ്പോഴ് അതത്ര പ്രസക്തമായി വന്നില്ലെങ്കിലും നാളെ ഒരുപക്ഷെ ആ മുദ്രാവാക്യം വളരെ പ്രസക്തമായ ഒരു മുദ്രാവാക്യമായിട്ട് മാറാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമകാലിക കേരളത്തിലെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയം, അല്ലെങ്കിൽ 2026 എത്തുന്ന രാഷ്ട്രീയം, അതിന് തുടങ്ങിയിരിക്കുന്നതിന് തുടക്കം കുറിക്കുന്ന കേരള രാഷ്ട്രീയം, സമകാലിക കേരള രാഷ്ട്രീയം പൊളിറ്റിക്കൽ ഇസ്ലാം വേഴ്സസ് വെള്ളാപ്പള്ളി നടേശൻ എന്ന സ്ഥിതിയിലാണ് പോകുന്നത്. ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ ഇസ്ലാം, മറ്റൊരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശൻ. നിങ്ങൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് നിൽക്കുക, അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കൂടെ നിൽക്കുക. ആ തരത്തിലേക്ക് സമകാലിക കേരള രാഷ്ട്രീയത്തെ കൊണ്ടുചെന്നെത്തിക്കുവാൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അദ്ദേഹം ഈഴവ സമുദായത്തിൻ്റെ നേതാവാണ്, ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഈഴവ സമുദായത്തിന് വേണ്ടിയാണ്. ഈഴവ സമുദായത്തിന് വേണ്ടി, അവരുടെ അഭ്യുന്നതിക്ക് വേണ്ടി നിലകൊള്ളാൻ താൻ സാങ്കേതികമായും ധാർമ്മികമായും ബാധ്യസ്ഥനാണ് എന്ന് കൃത്യമായി അദ്ദേഹം പറയാറുമുണ്ട്. പക്ഷേ സമകാലിക കേരള രാഷ്ട്രീയം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെള്ളാപ്പള്ളിയെ പിന്താങ്ങാൻ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പങ്കെടുക്കുന്ന വേദികളിൽ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ തയ്യാറാകുന്നവർ സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ അപ്രീതിക്ക് പാത്രമാകും. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പ്രീതിയായാലും ശരി അപ്രീതിയായാലും ശരി അത് അവഗണിക്കപ്പെടുകയും അപ്രസക്തമാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പദവിയിൽ 30 വർഷം ഇരുന്നതിൻ്റെ ആഘോഷം നടന്നപ്പോൾ ആ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയത് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ പലരും വളരെ വിവാദമാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അവിടെ എത്തിയ ആളുകളൊക്കെ നിർലോഭം വെള്ളാപ്പള്ളി നടേശനെ പ്രശംസിച്ചു. അതൊക്കെ പത്രത്തിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ലീഗിൻ്റെ നേതാക്കന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം 2025 ഒക്ടോബർ 19 കൊല്ലത്ത് വെച്ച് കൂടിയ ഒരു സ്വീകരണ യോഗമാണ്. ഞാൻ ആ സ്വീകരണ യോഗം കാണാനായിട്ട് എത്തിയിരുന്നു. കൊല്ലം കണ്ട വളരെ അഭൂതപൂർവമായൊരു ജനാവലിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് SNDP യോഗത്തിൻ്റെ മാത്രമായ ഒരു മീറ്റിംഗാണ് എന്ന് പറയാൻ പറ്റില്ല. വിവിധ മതങ്ങളിൽപ്പെട്ട, വിവിധ ജാതികളിൽപ്പെട്ട, സമുദായങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ അവിടെ പങ്കെടുത്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ യോഗത്തിൽ പങ്കെടുത്തത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, RSPയുടെ നേതാവ് NK പ്രേമചന്ദ്രൻ, കേരളത്തിലെ ധനമന്ത്രി KN ബാലഗോപാൽ, CPIയുടെ മന്ത്രി ചിഞ്ചു റാണി, BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ, ഇവരെല്ലാം ഈ വേദിയിലുണ്ടായിരുന്നു. അവരെല്ലാം അഹംഹയ എന്ന് പറഞ്ഞാൽ താൻ മുൻപേ എന്ന നിലയിൽ വെള്ളാപ്പള്ളിയെ പ്രശംസിക്കുന്നതിന് മത്സരിക്കുകയായിരുന്നു. ലീഗിൻ്റെ അപ്രീതി, അസ്വസ്ഥത അവർക്കൊരു പ്രശ്നമേ ആയതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് 2012 തോന്നുന്നു, ഗുജറാത്തിലെത്തിയ കേരളത്തിലെ അന്നത്തെ മന്ത്രിയായിരുന്ന, തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ
അവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ടു. തികച്ചും ഔപചാരികമായൊരു സന്ദർശനം മാത്രമേ ഉള്ളൂ. അദ്ദേഹം അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിയെ കണ്ടു. നരേന്ദ്രമോദിയെ പ്രേമചന്ദ്രൻ കണ്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് എത്ര ക്രൂരമായിട്ടാണ് ഷിബു ബേബിയോണിനെ കേരളത്തിലെ മാധ്യമങ്ങളും പത്രങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വിചാരണ ചെയ്തതും, കുറ്റവിചാരണ ചെയ്തു, ക്രൂരമായി വിമർശിച്ചു. ഒരു തെറ്റും അദ്ദേഹം ചെയ്തില്ല. കേരളത്തിലെ ഒരു മന്ത്രി ഗുജറാത്തിൽ പോയപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ടു. അതിൻ്റെ എന്തോ വലിയ കാര്യം ഇരിക്കുന്നത്. പക്ഷേ മോദിയെ കണ്ടാൽ അത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ അസ്പർശ്യനായിട്ട് മാറും. കാരണം മോദിയെ പലർക്കും ഇഷ്ടമല്ല, അതായിരുന്നു കാരണം. പക്ഷേ ഇതേ രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനും നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അതിനർത്ഥം വെള്ളാപ്പള്ളി നടേശൻ ശക്തനാകുന്നു എന്ന് തന്നെയാണ്. ലീഗ് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ശരി, വെള്ളാപ്പള്ളി നടേശനെ അപ്രസക്തനാക്കാൻ ലീഗിന് പറ്റില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ലീഗും മറുഭാഗത്ത് വെള്ളാപ്പള്ളി നടേശനുമായി നടത്തുന്ന ഒരു രാഷ്ട്രീയ യുദ്ധമായിരിക്കും 2026 കാണാൻ പോകുന്നത്. ഒരുപക്ഷെ ലീഗിന് പകരം പൊളിറ്റിക്കൽ ഇസ്ലാമും വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ യുദ്ധമാണ് 2026 കാണാൻ പോകുന്നത്. അത് കണ്ട് നെടുവീർപ്പിടാനേ മുസ്ലിം ലീഗിന് കഴിയുള്ളൂ. കാരണം അവർ നിസ്സഹായരാണ്, നിരാലംബരാണ്. അവരോടൊപ്പം നിൽക്കുന്ന, അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, അവരുടെ ഉത്തരവുകൾക്ക് കാത്തു നിൽക്കുന്ന, പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം തേടി നിൽക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെയാണ് യാതൊരു ഭയശങ്കയുമില്ലാതെ വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, സംശയിക്കേണ്ട, 2026 തിരഞ്ഞെടുപ്പിലെ താരം ലീഗല്ല, വെള്ളാപ്പള്ളി നടേശനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.